ഗൈസ് അസ്സലാമലൈക്കും. നമ്മൾ ഇന്നിതാ കോഴിക്കോട് ലുലു മോളിൽ പോയതട്ടെ. ലുലു മോള് മൊത്തം ചുറ്റിക്കറങ്ങുന്ന ഒരു വീഡിയോ ഇട്ടിട്ടാണ് വന്നത്. അപ്പതേ ഞാൻ കയറി ഇറങ്ങി ഞാൻ കണ്ട എല്ലാ ഏരിയ നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ട് പട്ടിപ്പൊളി കാര്യങ്ങളും ചുറ്റുപാടും ലുലു മോളിലെ മൊത്തം ന്യൂസൊക്കെയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഒരുങ്ങിയതിട്ടാണ്. അപ്പതേ നമ്മളെ എസ്കലേറ്റർ മേലെ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു വഴിക്ക് പോകും അങ്ങനെ കയറി ഇറങ്ങുക. അങ്ങനെ 3 ഫ്ലോർ ഞങ്ങൾ ചുറ്റടിച്ചിട്ടാണ്. കുറച്ച് ആൾക്കാർ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോയതാണ്. ചിഞ്ചു, റയാന്, റിഷാന്, റിൻഷ, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. അപ്പം അതേ കുട്ടികളെ ഞങ്ങൾ എല്ലാ കാഴ്ചകളും ഇങ്ങനെ കണ്ട് തിരിഞ്ഞു വെച്ച് ഫുഡ് കോർട്ടിലും അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞു വെച്ചപ്പോൾ ഓരോരോ ഓർണമെൻറ്റ്സിൻ്റെ ഏരിയയാണ്. നെക്ലേസ് കാര്യങ്ങൾ അങ്ങനെ പല വെറൈറ്റി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഐറ്റംസ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ നോക്കി പോകട്ടെ. ബ്രേസ്ലെറ്റ്, വള, മാല, കമ്മൽ, മോതിരം, നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ബ്രേസ്ലെറ്റും കാര്യങ്ങളുണ്ട്. അങ്ങനെ കണ്ടായത് വെറൈറ്റി ടൈപ്പിൽ നല്ല കല്ലിലും ബ്ലാക്കിൽ ഗോൾഡൻ മോൾഡിങ്ങിലൊക്കെ ഉള്ള പല രീതിയിൽ നല്ല ഭംഗിയുള്ള ഇഷ്ടപ്പെടുന്ന ബ്രേസ്ലെറ്റുണ്ട്. ഞാൻ എടുക്കണം തോന്നിട്ട് പിന്നെ എടുത്തില്ല. ഇനി നെക്സ്റ്റ് പോകുമ്പോൾ എന്തായാലും എടുക്കണം എന്നുള്ളൊരു മൈൻഡായിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത്. അപ്പം എടുക്കാൻ നിന്നുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ എടുക്കാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കുറേ അവിടെ ഇവിടെയൊക്കെ നടന്ന് നമ്മൾ ഡ്രസ്സിൻ്റെ ഏരിയയിലോട്ട് കുറേ കറങ്ങി. ഡ്രസ്സിൻ്റെ ഏരിയയിൽ പോയപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ 2-3 ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇത് മസാജ് ഏരിയയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ കിടന്നെടുക്കാം, തല അടക്കം മൊത്തത്തിൽ മസാജ് ചെയ്യണം. നല്ല ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ മെഷീനറിയാണ്. അപ്പോൾ നല്ല സെറ്റ് അത്യാവശ്യം ടൈമിങ് കൊടുത്താൽ എല്ലാ രീതിയിൽ മസാജ് ചെയ്ത് തരും. ഇത് നമ്മൾ ഡ്രസ്സിൻ്റെ വേറൊരു സെക്ഷൻ, കുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ട് വീണ്ടും നമ്മൾ താഴെ ഫ്ലോറിലോട്ട് തന്നെ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഒരു ഫ്ലോറിൽ നിന്ന് ഒരു ഫ്ലോർക്ക് വരുമ്പോൾ നമ്മൾ എസ്കലേറ്ററിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണം. പക്ഷെ കുട്ടികൾക്കൊക്കെ അതൊരു രസമാണ്. കുട്ടികൾക്കായിട്ടുള്ള വലിയവർക്ക് രസമാണ്. അപ്പോൾ കുട്ടികൾ എസ്കലേറ്റർ താഴെ എത്താനൊന്നും വെയിറ്റ് ചെയ്യാതെ അവരെന്താ കാട്ടുന്നത്, ഈ സ്റ്റെപ്പിൽ മറ്റേ സ്റ്റെപ്പിലോട്ട് 2-3 3 കയറി ചാടി വേഗം എത്താനുള്ള പരിപാടിയിലാണ് അവർ. അതിൽ കയറുമ്പോൾ പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പം അതെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇതും ഓർണമെൻറ്റ്സിൻ്റെ ഏരിയയാണ്. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടും തപ്പി ആ വഴിയിൽ കാണുന്നതൊക്കെ ചെറുതായിട്ട് വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അതങ്ങനെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും. ചെരുപ്പിൻ്റെ സെക്ഷന് പിന്നെ ഇതും ഓർണമെൻറ്റ്സിൻ്റെ ഏരിയ തന്നെയാണ്. അപ്പം അങ്ങനെ കാണാതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത്. ഇത് സ്പെക്സാണ്, കണ്ണടയുടെ. ഇപ്പം നമ്മുടെ എഴുത്ത് നേരെ ഓപ്പോസിറ്റിലാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാകത്തില്ല ഏതാ കടാന്നൊന്നും കേട്ടോ. ഇപ്പം നമ്മൾ ക്യാമറയിൽ നോക്കുമ്പോൾ അല്ലാതെ അതാകുമ്പോൾ നമ്മൾ ശരിക്കും കണ്ണുകൊണ്ടല്ലോ കാണും. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഓരോ ഭാഗങ്ങൾ നമ്മൾ പോയി എല്ലാ ഏരിയ നമ്മളിങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഓരോ ഭാഗം ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 2nd ഫ്ലോറിലാണ് ഇട്ടുള്ളത്. അവിടെ നമുക്ക് തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ട് കയറാം അപ്പുറത്തൊക്കെ. പിന്നെ കൂടുതൽ നമ്മൾ ഡ്രസ്സിൻ്റെ ഭാഗങ്ങളാണ് കൂടുതലും നോക്കിയത്. ഡ്രസ്സ് കുട്ടികൾക്കും വാങ്ങണം, ഞങ്ങൾക്കൊക്കെ വാങ്ങണം. അപ്പോൾ കുറേശ്ശെ ഡ്രസ്സും പിന്നെ കുട്ടികൾക്ക് സ്കൂൾ ബാഗ് കാര്യങ്ങളൊക്കെ, സ്കൂളിലോട്ട് പോകാനുള്ള ബാഗ് കാര്യങ്ങൾ, പെൻസില്, കളറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇത് പിന്നെ അവിടെ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല രസം ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മോളിൻ്റെ ഉള്ളിൽ ഒരുക്കി വെച്ചിട്ട്. നമ്മൾ പോയ ദിവസം വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. തിരക്കുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് കിട്ടില്ല. ഇതിന് മുമ്പൊക്കെ പോയപ്പോൾ ഇതിലേറെ തിരക്കിയിരുന്നു. ഇന്നൊന്നും അത്ര തിരക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലെല്ലാം കണ്ടുപോരാൻ പറ്റുന്നുണ്ട്. ഇത് ചെരുപ്പ്, ഷൂ ഒക്കെ ഉള്ള ഷോപ്പാണ്. ഓരോ ഭാഗത്തും ഓരോ വെറൈറ്റി ഡിസൈൻസിലാണ് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ പണി എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിലോട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ് പണി. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് എത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ കാണിച്ചു തരും. അപ്പോൾ നമ്മളത് നോക്കും. ഇനി
നമ്മൾ താഴോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. വീണ്ടും ആ ഫ്ലോറിന് താഴത്തെ ഫ്ലോറിലോട്ട് പോകുന്നത്. ഏറ്റവും ടോപ്പിലായിരുന്നു. ടോപ്പിൽ നിന്നാണ് നമ്മൾ സെക്കൻഡിലേക്ക് ഇറങ്ങി, ഇപ്പം തേർഡിലേക്ക് ഇറങ്ങി. ഗ്രൗണ്ടിലേക്ക് എത്തിയില്ല കേട്ടോ. ഈ ഫ്ലോറിൽ വേറെ എന്തൊക്കെയാന്ന് അതാ ചിഞ്ചു മാണിക്കണമൊക്കെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വീണ്ടും സ്റ്റെപ്പ്. അപ്പോൾ ഇത് പോയി നിൽക്കാനൊന്നും സമയമില്ല. അവർക്ക് അപ്പോഴേക്കിനും ഓടിക്കയറി ഇറങ്ങി ചാടി ഓടണം. അതിനുള്ള പരിപാടിയാണ്. കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ മുകളിലൊക്കെ പോകുമ്പോൾ നല്ല രസമായിട്ടാണ്. അവർക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടും അവർ കണ്ടുകൊണ്ടും ഇങ്ങനെ പോകുമ്പോൾ നമ്മളെല്ലാ ഭാഗവും കവർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു രസം വരുന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ട ജെൻസിൻ്റെ ഷോപ്പാണ് കേട്ടോ. അതിൽ മോഡലിന് നിർത്തിയതാണ്. തല കുഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് എന്തോ ഭീകര ജന്തു നിൽക്കാന്നല്ലേ. അല്ല കേട്ടോ, അതൊക്കെ എൻ്റെ മോഡൽ പരസ്യത്തിന് പബ്ലിസിറ്റിക്കും വേണ്ടി നിർത്തിയതാണ്. ചിലടത്ത് പാൻറ്റ് ഷർട്ട് ഇട്ടവരുണ്ട്, ചിലടത്ത് തുണി ഷർട്ട് ഇട്ടവരുണ്ട്, പിന്നെ ബൈക്കുമ്മൊക്കെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഓരോ രീതിയിലും ഓരോ കറക്കങ്ങളും കാര്യങ്ങളായി ഞങ്ങൾ അങ്ങനെ ലുലു മാൾ മൊത്തം കവർ ചെയ്ത് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മക്കളെ അവിടെയുള്ള ഈ ഉള്ളിലോടുന്ന വണ്ടിയില്ലേ, അതിലൊന്ന് കയറി അവിടെ ഒന്ന് ചുറ്റി കറങ്ങി. അപ്പോൾ ആ ഉള്ളിലോടുന്ന വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ഓരോയും കൂടി ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ലുലു മാൾ കയറിയ വിശേഷങ്ങളൊക്കെ. ബൈ.